കൊള്ളില്ലെന്നല്ല, ഒരു ആവറേജ് പടമാണ്. കുറച്ചുകൂടി കട്ടിയായിരുന്നു. പിന്നെ മമ്മൂട്ടീനെ ജസ്റ്റ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. അത് വെച്ച് പടം ഹിറ്റാക്കാവുന്ന രീതിയിൽ കുറച്ച് ലെങ്ത് കൂടിപ്പോയി, ലാഗായി. ഡയറക്ഷൻ കൊള്ളായിരുന്നു, മേക്കിംഗ് എല്ലാം കൊള്ളാം, സ്റ്റോറി ലൈനൊക്കെ കൊള്ളായിരുന്നു. പിന്നെ ചെറുതായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾഡ് കേസ് ഉണ്ടല്ലോ, അതിന്റെ ഒരു സാമ്യമായിട്ട് തോന്നിയായിരുന്നു ചെറുതായിട്ട്. പക്ഷെ മേക്കിംഗ് ഒക്കെ നല്ല രസമുണ്ട്. കൊണ്ടുപോകുന്ന എൻഡിങ് ആയാലും വിചാരിക്കാത്ത ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല പടമായിരുന്നു. വിചാരിക്കുന്ന രീതിയിലല്ല പോകുന്നത്. അതായത് ഒരു ലിങ്ക് പോലും ഇല്ല, ഒരു സ്റ്റോറിയിലോട്ട് പോകാനുള്ള ലിങ്ക് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കായിരുന്നു ലാസ്റ്റത്തെ ക്ലൈമാക്സ് എന്ന് വിചാരിച്ചു, പക്ഷെ അല്ലായിരുന്നു. സൂപ്പർ ആയിരുന്നു മൂവി. ആദ്യം മേ ബി സ്ലോ പേസിംഗ് ആയിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്, ബട്ട് ലൈക്ക് കുറച്ച് റിവീലിംഗ് ആയി വരുമ്പോൾ, സ്റ്റോറി റിവീലിംഗ് ആയി വരുമ്പോഴത്തേക്കും ലൈക്ക് കുറച്ചും കൂടെ അപ്പീലിങ്ങും എല്ലാം ആവുന്നുണ്ട്. ലൈക്ക് ഹുക്ക് ചെയ്തിരുത്തുന്നുണ്ട് സ്റ്റോറി. അത് ഡൗട്ടാണ്, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ബട്ട് നോക്കാം. മേ ബി ആ റിവീലായിരിക്കും സസ്പെൻസ്. ഭയങ്കര ലെങ്തി ആക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. പറയാൻ അങ്ങനെ ഒന്നും ഇല്ല. ആസിഫ് അലിയുടെ ആക്ടിങ് കൊള്ളാം, അത്രേ ഉള്ളൂ. ഒരു ആവറേജ് പടം. നല്ല ഫിലിം, പടം കൊള്ളാം, നല്ല പടം, കുഴപ്പമില്ല. പ്രത്യേകിച്ച് എനിക്ക് തിരക്കഥ കാര്യങ്ങള് മേക്കിംഗ് എല്ലാം കൊള്ളാം, നല്ല ഇഷ്ടം. പ്രദർശനങ്ങൾ അടിപൊളിയുണ്ട്. അതിൻ്റെ സ്ക്രീൻ പ്ലേ ആണ് എടുത്തു പറയാനുള്ളത്. നല്ല മേക്കിംഗ് ആണ്, ഡീസൻ്റ് ആയിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ലാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ പോകുന്നുണ്ട്. ഡയലോഗ്സ് വളരെ കുറവുള്ള സിറ്റുവേഷൻസിൽ അവരുടെ മാനറിസംസ് നന്നായിട്ടുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മേ ബി എവിടെയൊക്കെ കേട്ട കഥ പോലെ ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും നന്നായി പ്രസന്റ് ചെയ്തിട്ടുണ്ട്, കൊള്ളാം. വീണ്ടും വീണ്ടും സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എടുത്തു പറയേണ്ട കാര്യം കുറേ റീക്രിയേഷൻസ് ആണ്. പഴയകാല സിനിമയിൽ നിന്ന് കുറേ കാര്യങ്ങൾ റീക്രിയേഷൻ, അത് ഒരു മിസ്റ്റേക്കും കൂടാതെ തന്നെ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ചെറിയ ക്യാമിയോകളൊക്കെ ഉണ്ട്. ഒരു ക്യാമിയോ ഒക്കെ ഉണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ വേറെ രീതിയിലോട്ട് പോകും. പക്ഷേ മൊത്തത്തിൽ നല്ലൊരു സിനിമയാണ്. ആസിഫ് അലി അടിപൊളിയാണ്. ആസിഫ് അലിൻ്റെ പോലീസ് സ്റ്റേഷൻ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ആസിഫ് അലി സിനിമയിൽ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടലി നല്ല സിനിമയാണ്. സ്ക്രിപ്റ്റ് ഒരു ലാഗില്ലാതെ കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് വലിയ സസ്പെൻസ് കാര്യങ്ങളൊന്നുമില്ല. ഐഡൻറ്റിറ്റിയൊക്കെ എടുത്ത് പോയി നോക്കുമ്പോൾ നമുക്ക് കുറേ ട്വിസ്റ്റ് സസ്പെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു ഡീസൻ്റായിട്ട് പോകുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. നല്ല സിനിമയാണ്. മുമ്പ് നമുക്ക് റിയലായിട്ട് നടന്ന സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഗ്ലോമറായി പോകും. കണ്ടിട്ട് എൻജോയ് ചെയ്യാം. അങ്ങനെയൊന്നുമില്ല. തുടക്കം 10 മിനിറ്റ് എന്ത് സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. അത് എന്തിന് സംഭവിച്ചു എന്നുള്ള രീതിയിൽ ക്ലൈമാക്സ് കൊണ്ട് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും എല്ലാം ഒരുപോലെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു ലാഗില്ലാതെ കൊണ്ടുപോയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. 2 മണിക്കൂർ ബോറിംഗ് ഒന്നും ആയിട്ട് തോന്നത്തില്ല. നല്ലൊരു കണ്ടിരിക്കാന്നുള്ള മൂവിയാണ്. പിടിച്ചെടുത്താറുണ്ട്. റിവീലായി വരുമ്പം ഓരോ ഇതായിട്ട് റിവീലായി വരുമ്പോഴത്തേക്കും ഇരിക്കാൻ വെക്കും, ഫുള്ളി ഗ്രാസ്പ് ചെയ്ത് ഇരിക്കാൻ വെക്കും. എല്ലാവരും നല്ല ആക്ടിങ് ആയിരുന്നു.